മക്കളെ, അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വൺ ഷോട്ടിലൂടെ അടിപൊളിയായിട്ട് പഠിക്കുകയാണ് അല്ലേ. ഒരു 20-30 മിനിറ്റ്സ് നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഇക്കണോമിക്സിലെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്ന് പറയുന്നത്. ഏകദേശം 5 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് നോക്കാം. യെസ്, നോക്കിയേ, നമ്മുടെ ദുൽഖർ സൽമാൻ അല്ല, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ചെറുപ്പത്തിലുള്ള പടവും മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദുൽഖർ സൽമാൻ ജനിച്ചപ്പോൾ ദുൽഖർ സൽമാൻ അഭിനയിക്കാനും കാര്യമൊക്കെ അറിയാമായിരുന്നോ? ഇല്ല അല്ലേ. ദുൽഖർ സൽമാൻ എന്തായിരുന്നു? ജസ്റ്റ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാത്രമായിരുന്നു. എന്താണ്? വെറും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാത്രമായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ അപ്പനായിട്ടുള്ള നമ്മുടെ മമ്മൂട്ടിയും അതേപോലെ ഭാര്യയും എല്ലാം കൂടെ എന്താ ചെയ്തത്? നല്ല എഡ്യൂക്കേഷനും നല്ല ഹെൽത്ത് കെയറും നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആരാക്കി മാറ്റി? നമ്മൾ ഇന്ന് കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി അല്ലേ? ആരെ? നമ്മുടെ ദുൽഖർ സൽമാൻ അല്ലേ. അപ്പോൾ നമ്മുടെ ദുൽഖർ സൽമാൻ ഇപ്പോൾ ആരാണ്? ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. എന്താണ്? ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റി. എന്ത് കൊടുത്തത്? നല്ല എഡ്യൂക്കേഷനും നല്ല ഹെൽത്ത് കെയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റി. ആരെ? നമ്മുടെ ദുൽഖർ സൽമാനെ. ഓക്കെ, യെസ്, ചെയ്തി താഴോട്ട് എഴുതാം ഹ്യൂമൻ റിസോഴ്സ് എന്ന്. ഓക്കെ, യെസ്, റിസോഴ്സ് വേറെ കളർ എടുക്കാം. ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റി. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ടു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് നോൺ ആസ് ഹ്യൂമൻ ക്യാപിറ്റൽ. അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ജനിച്ചപ്പോഴേ നമുക്ക് നടക്കാനും കഴിക്കാനും കുളിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് അറിയാമായിരുന്നു? ഒന്നും അറിയത്തില്ലായിരുന്നു അല്ലേ. നമ്മുടെ പേരൻസ് നമുക്ക് അതിനുള്ള ട്രെയിനിങ് തന്നു, നല്ല വിദ്യാഭ്യാസം തന്ന്, നല്ല ആരോഗ്യ സംരക്ഷണമൊക്കെ തന്നിട്ടാണ് നമ്മൾ എന്തായിട്ട് മാറിയത്? ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറിയത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ടു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റാൻ കുറച്ച് ഫാക്ടേഴ്സ്, കുറച്ച് ഘടകങ്ങളുണ്ട്, കുറച്ച് സോഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് എന്താ? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. എന്തൊക്കെയാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റാർ ചെയ്ത് വെക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്സിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നൊരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണുള്ളത്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ചോദിക്കും. അപ്പോഴും ഈ സെയിം തന്നെയാണ് എഴുതേണ്ടത്. ഏതൊക്കെയാണെന്നറിയോ? എഡ്യൂക്കേഷൻ ഉണ്ട്, അതേപോലെ എന്താ ഉള്ളത്? ഹെൽത്ത് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഫർമേഷൻ. ഇങ്ങനെ നമുക്ക് ടോട്ടൽ 5 സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ 2 മാർക്സിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കും വാട്ട് ആർ ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ചോദിക്കും വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നോക്കി ഈ 2 എണ്ണം മാത്രമാണ്. നമ്മുടെ ഹെൽത്തും മൈഗ്രേഷനുമാണ്, നമ്മുടെ എഡ്യൂക്കേഷനും ഹെൽത്തുമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ, അത് മറക്കരുത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ, എന്ന് കേൾക്കുമ്പോൾ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ എന്താണ് വരേണ്ടത്? എഡ്യൂക്കേഷനും ഹെൽത്തുമാണ്. അപ്പോൾ നമുക്ക് 5 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് മാത്രം എഴുതിയാൽ പോരാ. അത് നിങ്ങൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോ. എന്നിട്ട് നിങ്ങൾ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ 5 പോയിന്റ്സ് അങ്ങ് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോന്നിനും എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലൂടെ എന്തൊക്കെയാണ് മക്കളെ നമുക്ക് കിട്ടുക? നമുക്കറിയാം, നമുക്ക് ഏർണിംഗ് കപ്പാസിറ്റി കൂടുതൽ, നമുക്ക് സാലറി കിട്ടും അല്ലേ. നമുക്ക് സാലറി കിട്ടി കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനും കാര്യമൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്താ? നമുക്ക് സമൂഹത്തിലൊരു വില ഉണ്ടായിരിക്കും, ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടായിരിക്കും. ഒരു ചായക്കടക്കാരന് കിട്ടുന്ന സെയിം റെസ്പെക്റ്റ് ആണോ ഒരു പോലീസുകാരന് കിട്ടുന്നത്? അല്ല, രണ്ടും ഡിഫറൻസ് ഉണ്ട് അല്ലേ. അതുപോലെ നോക്കിയേ, പുതിയ ഇൻവെൻഷൻസും പുതിയ ഡിസ്കവറീസും ഒക്കെ വരും. അതേപോലെ എന്താ? നമ്മുടെ നാഷണൽ ഗ്രോത്തിലേക്ക്, നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിലേക്കും ഡെവലപ്മെൻറ്റിലേക്കും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് സാലറി കിട്ടുമ്പോൾ എന്താ? നമ്മൾ ടാക്സ് അടയ്ക്കും അല്ലേ, നമ്മൾ എന്താ? നികുതി അടയ്ക്കും. നമ്മുടെ സാലറിയുടെ, നമ്മുടെ ഇൻകത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അടയ്ക്കും. അത് എന്തിലേക്ക് നയിക്കുമെന്ന് പറയുന്നത്? നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റിലേക്കും ഒക്കെ നയിക്കുമെന്നാണ് പറയുന്നത്. നോക്കിയേ, ഇറ്റ് ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു. ആൻഡ് എന്താ? ക്വാളിറ്റി ഓഫ് ലൈഫ്, നമുക്ക് ഇഷ്ടമുള്ള സാധനം, നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ കൂട്ടും. ആൻഡ് എന്താ? സോഷ്യൽ സ്റ്റേറ്റസ്, സമൂഹത്തിലുള്ള ബഹുമാനം. ആൻഡ് എന്താ? പുതിയ ഇൻവെൻഷൻസും ഡിസ്കവറീസും ഒക്കെ വരും. ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതാണ് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലൊരു 3 പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ട ഇതാണ്: എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ എഴുതുക ഇറ്റ് ഇൻക്രീസസ് ദി ഏർണിംഗ് കപ്പാസിറ്റി, ഇറ്റ് ഇൻക്രീസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദി
സോഷ്യൽ സ്റ്റേറ്റസ് എന്ന് എഴുതി വെക്കുക. ഓക്കെ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം നമുക്ക് ജോലിയുണ്ട് പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇഷ്ടംപോലെ പൈസയുണ്ട് പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്നാൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഈസ് എ പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ്. അപ്പോൾ ഇതിനെ ഫിസിക്കലി കാണുമ്പോൾ മിസ്സിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ മെൻ്റലി ഒത്തിരി പ്രശ്നം ഉണ്ടെങ്കിലോ മിസ്സിന് വയ്യ, ഫുൾ നിങ്ങൾ പറയത്തില്ലേ ഫുൾ നെഗറ്റീവാണ്, ഫുൾ ഡാർക്ക് സീനാണെന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ സംഭവം. നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങും നോക്കും, അതുപോലെ തന്നെ എന്താ ഫിസിക്കൽ വെൽബീയിങ്ങും നമ്മൾ നോക്കും. ആൻഡ് നമുക്കറിയാം എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടി ആർക്കായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ഹെൽത്തി പോപ്പുലേഷൻ, അല്ലെ ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് മാത്രമേ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുക, ഒരാൾക്ക് വയ്യാണ്ടായി, പനിയൊക്കെ ആയി. അപ്പോൾ എന്താ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ കുറയുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി, അല്ലേ? എന്താ ദർ ഇസ് എ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് 4 രീതിയിൽ എന്താ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് അത് ജസ്റ്റ് ഒന്ന് പേര് മാത്രം എഴുതി വെക്കുക. ഓക്കെ. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മരുന്നാണ് എന്തെന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന്. നമ്മൾ പോളിയോ ഒക്കെ എടുക്കത്തില്ല ചെറുപ്പത്തിൽ, അതേപോലെ നമ്മുടെ കൊറോണ വന്നപ്പോൾ എന്താ നമ്മൾ കൊറോണ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വാക്സിൻസ് എടുത്തല്ലേ, ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, ബൂസ്റ്റർ ഡോസ് എടുത്തില്ല. അതാണ് എന്തെന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന്. ആൻഡ് അടുത്താണ് എന്ത് ക്യൂറേറ്റീവ് മെഡിസിൻ. ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം വന്നു, ആ അസുഖം മാറാൻ വേണ്ടി, അത് ഭേദപ്പെടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡോളോ എടുക്കത്തില്ലേ, ആവി പിടിക്കത്തില്ലേ, ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് എടുത്തില്ലേ, അതാണ് ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് നോക്കിയേ, അടുത്താണ് നമ്മുടെ സോഷ്യൽ മെഡിസിൻ എന്ന് നമ്മൾ പറയും. എന്താണ് സോഷ്യൽ മെഡിസിൻ? അതായത് ഈ കൊറോണ വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എല്ലാ TV-യിലും ന്യൂസ് പേപ്പറിലും ഒക്കെ നമ്മൾ കാണത്തില്ലേ, മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ മെഡിസിൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ് നല്ല ശുദ്ധജലം കുടിക്കുക, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഗുഡ് സാനിറ്റേഷൻ, നല്ല സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നാണ് നമ്മുടെ ഫോർത്ത് വൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു? എഡ്യൂക്കേഷൻ കണ്ടു, ഹെൽത്തും കണ്ടു. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒന്നുമില്ല മക്കളെ, സിമ്പിൾ കാര്യമാണ്. നിങ്ങളിപ്പോൾ പഠിച്ച് വലിയ കമ്പനിയുടെ മുതലാളിയായെന്ന് വിചാരിക്കുക, നിങ്ങൾ CEO ഓഫ് എ കമ്പനിയായി. ഓക്കെ, കമ്പനിയുടെ വലിയ മുതലാളിയായി. അപ്പോൾ എന്താ നിങ്ങൾ ഒരുപാട് പേർക്ക് എന്ത് കൊടുക്കും? ജോലി അവസരങ്ങൾ കൊടുക്കും, അല്ലേ? ഒരുപാട് എംപ്ലോയീസിന് എന്ത് കൊടുക്കും? തൊഴിലവസരങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ ഒരാളെ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മൾ എടുത്തു, അദ്ദേഹം ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ജോലിയിൽ ഇരിക്കെ തന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയായിരിക്കും എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് അറിയായിരിക്കും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും എങ്ങനെ ആ ജോലി ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആ ജോലി ഒന്നുകൂടെ നല്ലപോലെ ചെയ്യാം എന്നുള്ള പറഞ്ഞു കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മുടെ third source of human capital എന്ന് പറയുന്നത്. ഓക്കെ, employers provides training to the employees while on the job, learning how to do the job or do the job better while in the role. ജോലിയിലിരിക്കെ തന്നെ ആ ജോലി എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒന്നുകൂടെ അടിപൊളിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് മൈഗ്രേഷൻ. നമ്മുടെ ഫോർത്ത് വൺ ആണ് എന്ത് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലേ, എല്ലാവരും എന്താ കാനഡ, UK, ജർമ്മനി, ഓസ്ട്രേലിയ, ഇങ്ങനെ എല്ലാ രാജ്യത്തോട്ടും പോവാണല്ലേ. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാഞ്ഞിട്ടാണോ? അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിട്ടാണോ? അല്ല. എന്താണ്? നമ്മുടെ രാജ്യത്തിലും കൂടുതൽ സാലറി അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടും എന്നുറപ്പുള്ളതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? മൈഗ്രേഷൻ ചെയ്യുന്നത്, അല്ലേ? നോക്കിയേ, people migrate in search of jobs to fetch them salaries than what they get in their native places. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് കിട്ടുന്നതിലും കൂടുതൽ സാലറി കാനഡയിൽ പോയാൽ കിട്ടും, അല്ലെങ്കിൽ എന്താ UK-യിൽ പോയാൽ കിട്ടും, അല്ലെങ്കിൽ ജർമ്മനിയിൽ പോയാൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പോവർട്ടി ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അർബൻ പുവർ ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അർബൻ പുവർ വരുന്നത്? റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ജോലി ഇല്ലാണ്ട് വരുമ്പോൾ അവർ അർബൻ ഏരിയാസിൽ പോകും, ഇതിനു വേണ്ടി ജോലി തേടി, അല്ലേ? അപ്പോൾ നോക്കിയേ, അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ മെയിൻ റീസൺ ഫോർ റൂറൽ അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈഗ്രേഷനൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ കസിൻസോ ഇഷ്ടംപോലെ ആൾക്കാർ പോകും, നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ പോകുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ പക്ഷെ എന്താ, ഇതിന് ഒരുപാട് കോസ്റ്റും കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ട്രാവൽ, അല്ലേ? ഒരു ടിക്കറ്റിന് എത്ര രൂപയാണ്, അല്ലേ? ആ വിസ പ്രോസസ്സിങ്, ആ പ്രോസസ്സിങ്, ഈ പ്രോസസ്സിങ്, അങ്ങനെ വളരെ ചിലവേറിയ പരിപാടിയാണ്. അതേപോലെ നോക്കി കോസ്റ്റ് ഓഫ് ലേണിംഗ് സ്പെസിഫൈഡ് ജോബ്സ്. നമ്മൾ പറഞ്ഞു എന്താ റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് ആളുകൾ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റൂറൽ ഏരിയാസിലെ ആളുകൾക്ക് ആകെ അറിയാവുന്ന എന്താണ്? കൃഷി ചെയ്യാനാണ്. അപ്പോൾ അവിടെ പോയി അർബൻ ഏരിയാസിൽ പോയി എന്താ വേറെ ജോലി ചെയ്യാൻ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം, അതിനുള്ള കോസ്റ്റ്. എൻ്റെ അടുത്ത് നോക്കി ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ അബ്രോഡ്. അറിയാം, അല്ലേ? ഇപ്പം നമ്മളിപ്പം മിസ്സിൻ്റെയൊക്കെ കസിൻസൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യമാണ്, ഭയങ്കര ചിലവാണ് ഇവിടെ.
തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പൈസയാണെന്നുള്ള കാര്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ അബ്രോഡാണ് മറ്റൊന്നെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 4 കണ്ടു. എഡ്യൂക്കേഷൻ കണ്ടു, ഹെൽത്ത് കണ്ടു, ഓൺ ദ ജോബ് ട്രെയിനിങ് കണ്ടു, മൈഗ്രേഷൻ കണ്ടു, ആൻഡ് നമ്മുടെ ഫൈനൽ വണ്ണാണ് എന്താ, 5th വണ്ണാണ് ഇൻഫർമേഷൻ. ആൾക്കാരെന്താ വിവരങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ എന്ത് കൊടുക്കും, പൈസ എത്ര വേണേൽ സ്പെൻഡ് ചെയ്യും അല്ലേ, എത്ര വേണേൽ സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ, ഹെൽത്ത് സെക്ടർ, ലേബർ മാർക്കറ്റ്, ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ആളുകൾ എന്താ ചെയ്യുന്നത്, പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്യുക എന്ന് കരുതിയിട്ടാണ്. ഏത് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ മോന് നല്ല മാർക്ക് കിട്ടും അല്ലേ, കുറവ് പൈസയിൽ കുറവ് ഫീസ് കൊടുത്ത് ഏത് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ മോന് നല്ല മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചികിത്സ കിട്ടുമെന്ന് നമ്മൾ അന്വേഷിച്ചറിയത്തില്ലേ, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ സ്പെൻഡ് ടു അക്വയർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ലേബർ മാർക്കറ്റ് ആൻഡ് അതർ മാർക്കറ്റ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസിഷൻസ് എടുക്കാൻ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫോർ ദി എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് അക്വയർഡ് ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എത്രയാണോ പഠിച്ചത്, നമ്മൾ 5 സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ പഠിച്ചു. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. ഇതിലെ ഇമ്പോർട്ടൻറ്റ് മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ എഴുതുന്നത്, എഡ്യൂക്കേഷനും ഹെൽത്തും ആയിരിക്കണം എഴുതുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ആൻഡ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നതാണ്, യെസ് ഇത് നോക്കിയാൽ നമ്മൾ എന്താ ഹ്യൂമൻ ക്യാപിറ്റൽ പഠിച്ചു. അതുപോലെ എന്താ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻറ്റു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണെന്നാണ്. ഇപ്പം നോക്കി, ഇവിടെ നമ്മൾ സ്റ്റീവ് ജോബ്സിനെ കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റീവ് ജോബ്സ് ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റീവ് ജോബ്സ് ആണ് ഇവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സ്കിൽസും ഒക്കെ വെച്ചിട്ടല്ലേ ഇന്ന് നമ്മുടെ ഈ ആപ്പിൾ കമ്പനി അല്ലേ, ഫോമർ CEO ഓഫ് ആപ്പിൾ ആണ് അല്ലേ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചേർക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ആ ഓരോ പ്രൊഡക്ട്സിന് നമുക്ക് എന്ത് വിളിക്കാം, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാം അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയാൽ, ഹ്യൂമൻ ക്യാപിറ്റലാണ് നമുക്ക് എന്താ, സ്റ്റീവ് ജോബ്സിൻ്റെ ബുദ്ധി നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. പക്ഷേ എന്താ, ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ, അദ്ദേഹം ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമുക്ക് തൊടാൻ പറ്റത്തില്ലേ, കാണാൻ പറ്റത്തില്ലേ, ഫീൽ ചെയ്യാൻ പറ്റത്തില്ലേ. യെസ്, അത് തന്നെയാണ് സംഭവം. ആൻഡ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് എന്താ, ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറാൻ തുടങ്ങി, അപ്പോൾ ഇതും ചോദിച്ചേക്കാം, നമുക്കറിയാം. ഓക്കെ, നോക്കിയേ, ഒരു 5 എണ്ണം മാത്രമാണുള്ളത്. ഫസ്റ്റ് വൺ നോക്കിയേ, സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം. നേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ, ഫിസിക്കൽ ക്യാപിറ്റൽ നമുക്ക് തൊടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുമ്പോൾ എന്താ, നമ്മളിപ്പോൾ സ്റ്റഡി ടേബിളിൽ ഇരുന്ന്, നമ്മൾ ഹോസ്റ്റലാണെന്ന് വിചാരിക്കുക, സ്റ്റഡി ടേബിളിലൊക്കെ ഇരുന്ന് ബുക്കും പെന്നും ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ ബുക്ക് നമ്മൾ പഠിക്കുന്ന ആ ബുക്ക് എന്ന് പറയുന്നത് എന്താ, ഒരു ഫിസിക്കൽ ക്യാപിറ്റലാണ്. പെൻ എന്ന് പറയുന്നത് എന്താ, ഒരു ഫിസിക്കൽ ക്യാപിറ്റലാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. അതാണ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടാഞ്ചിബിൾ ആൻഡ് ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ലൈക്ക് എനി അതർ കമ്മോഡിറ്റി. ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ നോക്കിയാലോ, നമ്മൾ പഠിച്ചൊരു കാര്യം നമുക്കത് കാണാൻ പറ്റുമോ, നമ്മുടെ ബുദ്ധിയിലല്ലേ ഉള്ളത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മൈൻഡിലല്ലേ അതുള്ളത്. യെസ്. ആൻഡ് നമുക്കത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ പറ്റുമോ, പറ്റത്തില്ല. പകരം എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എക്സാംസിന് പോയി അത് എഴുതാൻ പറ്റില്ല. അതിൻ്റെ സർവീസ് നമുക്ക് കൊണ്ട് എഴുതാൻ പറ്റും. നോക്കിയേ, ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ, ബിൽറ്റ് ഇൻ ദ ബോഡി ആൻഡ് മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓണർ. ഇറ്റ് ഈസ് നോട്ട് സോൾഡ് ഇൻ ദ മാർക്കറ്റ്സ്, ഓൺലി ഇറ്റ് സർവീസസ് ആർ സോൾഡ്. സർവീസസ് മാത്രമാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ആൻഡ് അടുത്ത് നോക്കിയേ, ഓണർഷിപ്പ് നോക്കിയേ. ഫിസിക്കൽ ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ സ്റ്റഡി ടേബിളും ബുക്കും പേനയൊക്കെ ആയിട്ടാണ് കെട്ടിപ്പിടിച്ചാണെന്നാണ് ഉറങ്ങാൻ പോകുന്നത്, അല്ല. അപ്പം എന്താണ്, ഇറ്റ് ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ആൻഡ് നമ്മൾ പഠിച്ച കാര്യവും അത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ മൈൻഡിലാണുള്ളത് അല്ലേ. ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ, അത് ഇൻസെപ്പറബിൾ ആണെന്നാണ് പറയുന്നത്. ആൻഡ് അടുത്ത് നോക്കിയേ, മൊബിലിറ്റി. നിങ്ങൾ പഠിച്ചു വലിയ ഡോക്ടറായി എന്ന് വിചാരിക്കുക, എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഡോക്ടറായി, അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന്. അപ്പോൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ, നമുക്കൊരു സ്റ്റെതസ്കോപ്പ് വേണം. അപ്പോൾ ആ സ്റ്റെതസ്കോപ്പ് എന്താ, നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റലാണ് അല്ലേ. സ്റ്റെതസ്കോപ്പ് എന്താ, നമുക്ക് വേറൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാം. പക്ഷെ എന്താ, താരിഫും ട്രേഡ്സും കാര്യങ്ങളൊക്കെ താരിഫും കോട്ടാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോറി മക്കളെ, താരിഫ്സും കോട്ടാസും അങ്ങനെ കുറച്ച് ആർട്ടിഫിഷ്യൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അല്ലാണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ എന്താ, ആ രാജ്യം തമ്മിലുള്ള യുദ്ധമൊക്കെ ആണെങ്കിൽ മാത്രമേ അത് കിട്ടാണ്ടിരിക്കത്തുള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ് എക്സെപ്റ്റ് സം ആർട്ടിഫിഷ്യൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ്. പക്ഷേ നോക്കിയേ, ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ, നിങ്ങൾ പഠിച്ച് വലിയ ഡോക്ടറായി, അപ്പോൾ നിങ്ങൾക്ക് എന്താ, ജർമ്മനി പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം.
പക്ഷെ എന്താ നമുക്ക് വെറുതെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കുറേ അല്ലേ പെർഫെക്റ്റ്ലി മൊബൈൽ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്താ പെട്ടെന്ന് പോകാൻ പറ്റുമോ? ഒരു സ്റ്റെതസ്കോപ്പ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ എന്താ നമ്മളിപ്പം ജർമ്മനിയിലാണ് പോകുന്നതെങ്കിൽ നമ്മളെന്താ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം. A1 A2 B1 B2 C1 C2 ഇതെല്ലാം നമ്മൾ പഠിക്കണം അല്ലേ? ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്താ വിസ പ്രോസസ്സിങ്, ആ പ്രോസസ്സിങ്, ഈ പ്രോസസ്സിങ്, അതുപോലെ എന്താ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റി, അവിടുത്തെ കൾച്ചറൊക്കെ ആയിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. നോക്കിയേ, ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ് ആസ് മൂവ്മെൻറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ നാഷണാലിറ്റി ആൻഡ് കൾച്ചർ. ആൻഡ് നോക്കിയേ ഫോർമേഷൻ നോക്കിയേ നമ്മൾ എങ്ങനെയാണ് ഇത് സെൻഡ് ചെയ്യുന്നത്? ഇമ്പോർട്ട്സിലൂടെയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ നോക്കിയാലോ പോളിസി, കോൺഷ്യസ് പോളിസി ഫോർമുലേഷനിലൂടെയാണ് നടക്കുന്നത് അല്ലേ? ഒരു സൊസൈറ്റി, ഒരു രാജ്യത്തെ സൊസൈറ്റിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ നോക്കിയാൽ ബെനഫിറ്റ്. നമ്മൾ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലൊക്കെ സെറ്റപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്ക് വിചാരിക്കുമ്പോൾ കുറേ വിചാരിക്കാമല്ലോ. ഹോസ്പിറ്റലൊക്കെ സെറ്റപ്പ് ചെയ്തു. അവിടെ എന്താ ഒരു MRI സ്കാനിങ് മെഷീൻ ഉണ്ട്. ആ MRI സ്കാനിങ് മെഷീൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൈവറ്റ് ബെനിഫിറ്റ് മാത്രമാണ് അല്ലേ? ഒരു പേഷ്യൻ്റ് വന്ന് പൈസ അടച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടും. അല്ലാണ്ടുള്ള സംഭവമൊന്നുമില്ല അല്ലേ? പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർക്കാ? ഹോസ്പിറ്റലിനാണ് ഫുൾ സംഭവങ്ങൾ കിട്ടും. നോക്കിയേ, ഇറ്റ് ക്രിയേറ്റ്സ് ഓൺലി പ്രൈവറ്റ് ബെനിഫിറ്റ്. പക്ഷേ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാലോ, ഇപ്പോൾ ഒരു ഡോക്ടറിന് ഒരു രോഗി കാണാൻ വന്നു. ഓക്കെ, നമ്മൾ ഡോക്ടറാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്താ ആ രോഗിയുടെ അസുഖവും ഭേദപ്പെടുന്നുണ്ട്. അതുപോലെ എന്താ നമ്മുടെ അല്ലേ നമ്മൾ ഡോക്ടറാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു ഡോക്ടറാണെങ്കിൽ എന്താ ആ ഡോക്ടർ എന്താ ഒന്നുകൂടെ എക്സ്പേർട്ട് ആവുകയാണ്, ആ ഒരു മേഖലയിൽ ഒന്നുകൂടെ എക്സ്പെർട്ടൈസ് ആവുകയാണ് അല്ലേ? അതാ പറഞ്ഞത്. നോക്കിയേ, പ്രൈവറ്റ് ബെനിഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്താ സോഷ്യൽ ബെനിഫിറ്റും ഉണ്ട്. ഇത്രയേ ഉള്ളതെന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ, എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഓൾറെഡി നമ്മൾ കണ്ടു എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന്. ഇതിൻ്റെ ഇനിയും ഡിഫറൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെയും ഡിഫറൻസസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ? അപ്പം ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻറ്റു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് അല്ലേ? പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? നിങ്ങളോട് ഇത് ചിലപ്പോൾ 2 മാർക്സിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന്. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്തിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എടുത്താലും ആ പേരിൽ തന്നെയുണ്ട് അല്ലേ? ആളുകളുടെ ഡെവലപ്മെൻറ്റ്, ഇൻഡിവിജ്വൽ ഗ്രോത്തിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ഗ്രോത്തിനാണ് മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കലിയും ഗ്രോത്തിൽ നോക്കും, അതേപോലെ മെൻ്റലി ഉള്ള ഗ്രോത്തും നമ്മളിവിടെ നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഹ്യൂമൻ ക്യാപിറ്റൽ കൺസിഡേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആസ് എ മീൻസ് ടു ഇൻക്രീസ് ലേബർ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു ഇത് മാത്രമായിട്ടാണ് എന്താ എഡ്യൂക്കേഷനെയും ഹെൽത്തിനെയും ആര് കാണുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ കാണുന്നത്. ലേബർ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഇക്കണോമിക് ഗ്രോത്ത് കൂടും അല്ലേ? ഇക്കണോമിക് ഗ്രോത്ത് കൂടും. ഇക്കണോമിക് ഗ്രോത്ത് കൂടുമ്പോൾ എന്താ മക്കളെ കൂടുന്നത്? ഇക്കണോമിക് ഗ്രോത്ത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി GDPയും കൂടും. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് എന്ത് വരും? ഡെവലപ്മെൻറ്റും കാര്യങ്ങളും വരും. അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെഫേഴ്സ് ടു ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ് അല്ലേ? ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനും അതേപോലെ ഹെൽത്ത് കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ഇക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനും ഹെൽത്തും ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്ത്യയിലെ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സ്ഥിതി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ കൺട്രിയാണ്. നമുക്ക് എന്താ? ഒരു ഫെഡറൽ കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിലെന്തുണ്ടാ? നമുക്ക് യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ഉണ്ട്. ഇങ്ങനെ 3 ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെയും ഹെൽത്ത് സെക്ടറിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? ഈ 3 ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ഒരുമിച്ചിരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? കുറച്ച് ഏജൻസീസിന് അങ്ങ് വിട്ടുകൊടുത്തു, കുറച്ച് ഓർഗനൈസേഷൻ അങ്ങോട്ട് വെച്ചു. എഡ്യൂക്കേഷൻ സെക്ടർ നിങ്ങൾ നോക്കുക, ഹെൽത്ത് സെക്ടർ നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജൻസീസിനെ അങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ പോകുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ ആരൊക്കെയാണ് നോക്കുന്നത് നോക്കിയാലോ? യെസ്, എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന് ഫ്രണ്ടിലുള്ള ആദ്യത്തെ പേര് തന്നെ NCERT. യെസ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT ഉണ്ട്. പിന്നെന്താ? UGC,
യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, പിന്നെ നമുക്കുള്ളതാണ് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ കീഴിൽ വരുന്നത്. ഇനി ഹെൽത്ത് സെക്ടറിൻ്റെ കീഴിൽ വരുന്നത് നമുക്ക് ആകെ ഒരു ഏജൻസി മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ ICMR എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, ICMR എന്ന് പറയും. അപ്പോൾ ഈ പോർഷൻ ഇന്ന് നിങ്ങളോട് എങ്ങനെ എക്സാമിന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സെക്ടേഴ്സിൻ്റെയും പേര് വരും, അതായത് ഈ ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ പേര് വരും. നമ്മുടെ ICMR ആയിക്കോട്ടെ, UGC, NCERT, AICT എന്ന് വരും. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങളോട് പറയും ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഓഫ് കോഴ്സ് നമ്മുടെ ICMR ആണ്. കാരണം എന്താ? അതേഴ്സ് ആർ ഫ്രം എഡ്യൂക്കേഷണൽ സെക്ടേഴ്സ് എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും റൈറ്റ് എനി 2 names ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ഹെൽത്ത് സെക്ടറിൻ്റെ പേര് എഴുതാൻ പറയും. രണ്ടിൻ്റെയും കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് സ്റ്റാർ ചെയ്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? നമ്മുടെ ഗവൺമെൻറ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എഡ്യൂക്കേഷന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മുടെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഡു യു നോ ഹൗ മച്ച് ദ ഗവൺമെൻറ് സ്പെൻഡ്സ് ഓൺ എഡ്യൂക്കേഷൻ? നമ്മുടെ GDP ഉണ്ടല്ലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂ, അതാണ് GDP. ആ GDPയിലെ ഇത്ര ഒരു പെർസെൻറ്റേജ് ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഗവൺമെൻറ് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ ഇത്ര പെർസെൻറ്റേജും, ഗവൺമെൻറ് ചിലവാക്കാൻ വെച്ചേക്കുന്ന പൈസയുടെ ഇത്ര പെർസെൻറ്റേജ് എന്തിനു വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. നോക്കിയേ, ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അതേപോലെ എന്താ? ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിനും, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ ഓരോ സ്റ്റേറ്റ്സിനും എന്താ ഓരോ രീതിയിലായിരിക്കും അവിടുത്തെ ഓരോ ഗവൺമെൻറ് എന്ത് സ്പെൻഡ് ചെയ്യുന്നത്? പൈസ സ്പെൻഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2014-15 കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ആരാണെന്നറിയോ? ഹിമാചൽ പ്രദേശാണ്. ആരാണ്? ഹിമാചൽ പ്രദേശാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത്. നോക്കിയേ, ₹34,651 ഹിമാചൽ പ്രദേശ്. അതിൻ്റെ ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്ത ആരാണ്? ബീഹാർ ആണ് ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്ത്. നോക്കിയേ, only ₹4,088. ഓക്കെ, അതാണ് സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ രാജ്യത്തെ ലിറ്ററസി റേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് എവിടെയാണുള്ളത്? നമ്മുടെ കേരളയിലാണ്. ഓക്കെ, ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് നമ്മുടെ കേരളയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. കുറച്ച് ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ നോക്കിയേ, എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റിൽ എ ഡിസ്റ്റന്റ് ഡ്രീം. നമുക്കറിയാം എന്താ, എല്ലാവർക്കും വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെൻറ് എന്താ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശമാക്കി മാറ്റിയിരുന്നത്. എന്താ 16 വയസ്സും അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും എന്താണ് ഫ്രീ എഡ്യൂക്കേഷൻ, കമ്പൽസറി എഡ്യൂക്കേഷൻ, അവരുടെ ഔദാര്യമല്ല അവരുടെ അവകാശമാണെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷേ എങ്കിലും എന്താ ഇപ്പോഴും പലർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമാണെന്നാണ് പറയുന്നത്. നോക്കിയേ, 1950 the Constitution of India passed directive principle of the Constitution that the government should provide ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലിക അവകാശമാക്കി മാറ്റി. എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിലോ ദി ഏജ് ഓഫ് 16. എൻ്റെ അടുത്ത് നോക്കിയേ, ജെൻഡർ ഇക്വിറ്റി ബെറ്റർ ദാൻ ബിഫോർ. നമുക്കറിയാമല്ലേ പണ്ട് എന്തായിരുന്നു, സ്ത്രീകൾ ജസ്റ്റ് എന്താ കല്യാണം കഴിച്ചു വിട്ട് അവർ ഭർത്താക്കന്മാരുടെ കാര്യം നോക്കി അടുക്കളയിലൊക്കെ താമസിക്കുമെന്നൊരു സെറ്റപ്പ് ആയിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? അല്ല, പണ്ടത്തേലും ഭേദമാണ് അല്ലേ. പണ്ടൊരിക്കലും നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരു നമ്മുടെ ജേർണലിസ്റ്റ് ചോദിച്ചൊരു കാര്യമാണ്, അതായത് ഒരു പെൺകുട്ടീനെ ഒരു ആൺകുട്ടീനെയും തന്നാൽ നിങ്ങൾ ആരെ പഠിപ്പിക്കും എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഓഫ് കോഴ്സ് ഞാൻ ആ പെൺകുട്ടീനെ തന്നെ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ റീസണും പറഞ്ഞു, അതായത് ഒരു ആൺകുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിനെ മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത്, ആ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമായിരിക്കും പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീനെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ എന്താ ആ ഒരു വീടിനെ മൊത്തം നമ്മൾ പഠിപ്പിച്ച പോലെ തന്നെയാണെന്നാണ് പറയുന്നത്. ആൻഡ് എന്താണ് വിമൻ എംപവേർഡ് മീൻസ് മദർ ഇന്ത്യ എംപവേർഡ് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ആണ് എന്ത് ഹയർ എഡ്യൂക്കേഷൻ എ ഫ്യൂ ടേക്കേഴ്സ്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പിരമിഡ്, ഇന്ത്യയിലെ പിരമിഡ് നോക്കുകയാണെങ്കിൽ എന്താ ഒരു സ്റ്റീപ്പാണെന്നാണ് പറയുന്നത്. എന്താണ് സ്റ്റീപ്പാണ്? കുത്തനെ ഒരു ഇറക്കമാണെന്നാണ് പറയുന്നത്. എന്താണ്? കുത്തനെ ഒരു ഇറക്കമാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എന്താ കുറേ പേര് എല്ലാവർക്കും വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നുണ്ട്, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവരും എടുക്കുന്നു. പക്ഷേ എന്താ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ എന്താ പലരും അവരുടെ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ് കാരണം പലർക്കും എന്താ അതിനുള്ള പൈസ, സാമ്പത്തിക അവസ്ഥ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇല്ലാത്ത കാരണം എന്താ അവർ പലരും എന്താ എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ചെയ്ത് അവരെല്ലാവരും ജോലിക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ പിരമിഡ് ഇസ് സ്റ്റീപ്പ്. എന്താണ്? ഇൻഡിക്കേറ്റിംഗ് ലെസർ ആൻഡ് ലെസർ നമ്പർ ഓഫ് പീപ്പിൾ റീച്ചിങ് ദ ഹയർ എഡ്യൂക്കേഷൻ ലെവൽ. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിലോ അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇസ് ദ ഹയസ്റ്റ്. നല്ല പഠിപ്പൊക്കെ ഉണ്ടായിട്ട് നല്ല ഡിഗ്രിയും PG ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടും ജോലി ഇല്ലാതെ നിൽക്കുന്നവരുടെ എണ്ണമാണ് ഭയങ്കര കൂടുതലെന്ന് പറയുന്നത്. NSSOൻ്റെ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂത്ത് മെയിൽസ്, അതായത് യുവജനങ്ങൾ, പുരുഷന്മാരുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഗ്രാജുവേഷൻ കഴിഞ്ഞു
എന്താ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടും റൂറൽ ഏരിയാസിൽ 19% ആൾക്കാർക്ക് ജോലിയില്ല. ആൻഡ് അർബൻ ഏരിയാസിൽ 16% ആളുകൾക്ക് ജോലിയില്ല. ഇനി സ്ത്രീകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ PG നമ്മുടെ എന്താ ഗ്രാജുവേഷൻ കഴിഞ്ഞവരെ നോക്കുകയാണെങ്കിൽ 30% സ്ത്രീകൾക്കും ജോലിയില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് എന്താ, സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ പഠിക്കുക. അതേപോലെ എന്താ നമ്മുടെ ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് നോക്കി വെക്കുക. ആൻഡ് നമ്മുടെ ഹെൽത്ത് സെക്ടറിൻ്റെയും എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ കീഴിൽ വരുന്ന ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ പേരും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.